നമ്മളിന്ന് വളരെയധികം അടുത്ത കാലത്തായിട്ട് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന കേൾക്കുന്ന ഒരു പദമാണ് എയ്ബലിസം എന്നുള്ളത്. ശേഷിവാദം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിവർത്തനം ചെയ്ത് പറയാൻ സാധിക്കും. കാരണം നമ്മൾ ഭിന്നശേഷി എന്നുള്ളൊരു വാക്ക് ചില പ്രത്യേക മനുഷ്യരെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഉള്ള ഒരു ധാരണയുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ചില പ്രത്യേകതര ആളുകൾക്ക് നിലവിലുള്ള നമ്മളെക്കാളും എന്തോ ഒരു ശേഷി വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ കുറവുണ്ട് എന്നുള്ളതിൽ നിന്നാണ്. ഈ ശേഷി ഇല്ലായ്മ എന്നുള്ളൊരു കാര്യമൊന്നുമില്ല, ശേഷി കൂടുതലെന്ന് പറയുന്നുമില്ല. എല്ലാ ആളുകളിലും ശേഷിയുണ്ട്. ചില പ്രത്യേക ശേഷികൾ എല്ലാവർക്കും ഇല്ലതാനും. എനിക്കിന് എല്ലാ ശേഷിയും തികഞ്ഞു. ചിലർക്ക് കാണാൻ കഴിവുണ്ടായിരിക്കും, പക്ഷെ കാണാൻ കഴിവുള്ളവർക്കും ചില പ്രത്യേക തരം കാഴ്ച ശക്തി ഉണ്ടാവില്ല. മനുഷ്യത്വത്തെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാളുടെ രണ്ട് കണ്ണും തുറന്നിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എയ്ബലിസം എന്ന് പറയുന്നത് എനിക്കൊന്ന് ഇന്നത്തെ സമൂഹത്തിൻ്റെ തന്നെ ബോധ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് വളരെ എനിക്കൊന്ന് നമ്മളുടെ ഒരു കാലത്ത് കോളേജുകളിൽ സ്റ്റെയർ കേസ് കയറിപ്പോകുന്ന മനുഷ്യർ സ്റ്റെയർ കേസ് കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. വീടുകളിൽ നമ്മൾ നട പണിയുന്നു, നട കയറിപ്പോകാൻ ബുദ്ധിമുട്ടുണ്ടാകാവുന്ന അല്ലെങ്കിൽ ആ ശേഷി അല്ലെങ്കിൽ ഈ കുറവുള്ള ആളുകളെ പരിഗണിക്കാതെ വലിയ നടകൾ കയറിപ്പോകുന്ന വീടുകൾ നമ്മൾ നിർമ്മിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നടകൾക്കൊപ്പം നടക്കാൻ റാമ്പുകളും കൂടെ ചേർത്ത് വരുമ്പോൾ നമ്മൾക്ക് മനുഷ്യത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മനുഷ്യരെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യങ്ങൾക്ക്, മാനവികതയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾക്ക് വ്യത്യാസം വരികയാണ്. നമ്മൾ നിലവിൽ സൂക്ഷിച്ചിരുന്ന ഒരു പഴയ ചില ബോധ്യങ്ങൾ കട്ടഴിഞ്ഞ് താഴെ വീണ് കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജീവിതത്തിന് നമ്മൾ പലപ്പോഴും നമ്മളുടെ ബോധ്യങ്ങളെ അഴിച്ചു പണിയേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നാണ് എനിക്ക് പറയാൻ ശ്രമിക്കുന്നത്. എൻ്റെ ക്ലാസ് ഞാൻ 98 MA ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു സുശീല ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഹൃദ്യമായ ചിരി സുശീലയുടേതാണ്. ഞാൻ അന്ന് ഇളയ മോനെ ഗർഭിണിയാണ്. ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ വിഷയമൊന്നും വേണ്ട, അതിന് മുമ്പ് തന്നെ ചെല്ലുമ്പോൾ തന്നെ സുശീല രണ്ട് കണ്ണുകളും പരിപൂർണമായിട്ടും കാണാൻ അന്ധയായിട്ടുള്ള പെൺകുട്ടിയാണ്. പക്ഷെ അവളുടെ നിറഞ്ഞ ചിരിയാണ് ഒന്നാമത്തെ റോയിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. കുശലം ചോദിക്കും ഉടൻ തന്നെ. ചിലപ്പോൾ ഞാൻ ഈ ഛർദ്ദിച്ചും മടുത്തുമൊക്കെയാണ് ചെല്ലുന്നെങ്കിൽ സുശീലയിൽ നിന്നാണ് എൻ്റെ ആ വർക്കിംഗ് ഡേ, ആ സെക്കൻഡ് MA ക്ലാസ് അല്ല മിക്കവാറും ഫസ്റ്റ് അവർ ആയിരിക്കും അത് തുടങ്ങുന്നത്. എല്ലാ കാഴ്ചകളും ഉണ്ടായിരിക്കുമ്പോഴും ചിലതൊക്കെ കാണാതെ പോകുന്ന എന്നെ വളരെയധികം അത് സ്പർശിച്ച ഒരനുഭവമായിരുന്നു. നമ്മുടെ കാഴ്ചയുടെ വഴികൾ അല്ലെങ്കിൽ അതിൻ്റെ ശേഷി വളരെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, കേൾവിയുടെ ശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഒരിക്കൽ UC കോളേജിലെ ഒരു ബാച്ച് ഞാൻ ക്ലാസ് ടീച്ചറായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഞാൻ എന്നെക്കുറിച്ചൊരു വിമർശനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു ഇതാണ്. ക്ലാസ് ടീച്ചറായിരിക്കുന്ന ആ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അവിടെ 4 കുട്ടികൾക്ക് കാണാൻ പറ്റില്ല, 2 കുട്ടികൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡാണ്, 2 കുട്ടികൾ ഓട്ടിസ്റ്റിക്കാണ്, മറ്റു വൈകല്യങ്ങളുള്ള പിള്ളേർ. ഈ ക്ലാസ് മുറി ഞാൻ എങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്ക് ആദ്യ ദിവസത്തെ അനുഭവം അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ എൻ്റെ വിദ്യാർത്ഥികൾ അതിനേക്കാളും ഉയർന്ന മനുഷ്യരാണെന്ന് 2 ആഴ്ച കൊണ്ട് ഞാൻ തിരിഞ്ഞു. ഇത്രയും പേരെ ബാക്കിയുള്ള ആ ക്ലാസ്സിലെ 40 പേരിൽ ഇത്രയും പേരെ അവരെല്ലാവരും അങ്ങേയറ്റം ഏറ്റെടുത്ത് കൊണ്ട് നടക്കുന്ന കാഴ്ചയാണ് കാണുന്ന. ഫൈനൽ ഇയറിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൃദ്യമായിട്ടുള്ളൊരു ബാച്ച് അനുഭവം അവർ തന്നു. അപ്പോൾ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ആരോഗ്യം, കായികമായ ശക്തി, മാനസികമായ ശക്തി, എല്ലാ തരത്തിലുള്ള കോർഡിനേഷൻ്റേതായിട്ടുള്ള കപ്പാസിറ്റി, ഇതൊക്കെ വ്യത്യസ്തങ്ങളാണ്, വിഭിന്നങ്ങളാണ്. ഒരാളേക്കാൾ കേമരാണ്. ഇവരെ അല്ലെങ്കിൽ നമ്മൾ പഴയ കാലത്തെ ഈ ചമ്പുക്കളൊക്കെ വായിക്കുമ്പോൾ ആളുകളെ പരിഹസിക്കാനായിട്ട് കണ്ണ് കാണാത്തവരെയും മുടന്തരെയും കുള്ളന്മാരെയും പൊക്കം കുറഞ്ഞവരെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് തമാശ സൃഷ്ടിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്തരം തമാശകൾ നമ്മളുടെ സാംസ്കാരിക ബോധത്തിന് യോജിക്കുന്നതല്ല എന്നുള്ള ഒരു നില നമ്മൾ ഇന്നലെ ആർജിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളുടെ തമാശകളിൽ, നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മളുടെ ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡിൽ ഒക്കെയും നമ്മളുടെ പരിമിതികളെക്കുറിച്ച്, നമ്മുടെ ശേഷിയില്ലായ്മകളെക്കുറിച്ച് കൂടി നമ്മൾ ഓർത്തിരിക്കണം. അപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നു, വായിക്കുന്നു, എഴുതുന്നു, അടുക്കള ജോലി ചെയ്യുന്നു. എനിക്ക് വണ്ടി ഓടിക്കാനേ അറിയില്ല, കാർ ഓടിക്കാൻ എനിക്കറിയില്ല. റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഒരു അരക്ഷിതയായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് അനുഭവപ്പെടും. എനിക്കതിലൊക്കെ ഉള്ളൊരു ശേഷിക്കുറവുണ്ട്. അപ്പോൾ ഇതിൽ തന്നെയല്ല ഒരുപാട് തരം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശേഷിയുള്ളതിനേക്കാൾ കൂടുതൽ ശേഷിയില്ലായ്മകളായിരിക്കും. അതുകൊണ്ട് എല്ലാം തികഞ്ഞവരാണ് എന്നുള്ള ബോധ്യം അങ്ങ് മാറ്റി വച്ചേക്കുക ലോകത്തോട്. ഓട്ടിസം എനിക്ക് തന്നെ ഈ അടുത്ത കാലത്ത് വായിച്ചപ്പോൾ ഐൻസ്റ്റൈൻ ഓട്ടിസം ഉള്ള ആളായിരുന്നു വായിക്കാനിടയായി. ചില TV ആക്ടേഴ്സിനെ കുറിച്ച്, വളരെ പ്രശസ്തരായിട്ടുള്ള നടന്മാരെ കുറിച്ച് ഒക്കെയും ഒരു സമയത്ത് അവരിലും ഒരു സമയത്തല്ല അവരിലും ഇത്തരത്തിലുള്ള ഓട്ടിസം ഉണ്ടായിരുന്നു കാണാൻ സാധിച്ചു. നാഷ് എന്ന് പറയുന്ന ഒരു സിനിമ, നാഷിനെ കുറിച്ചുള്ള ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറയുന്ന സിനിമ കണ്ട സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്കിസോഫ്രാനിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയെ നോബൽ പ്രൈസ് കിട്ടുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞനായി ലോകം അംഗീകരിക്കുന്നതിലേക്ക് നിശബ്ദമായി കൂടെ നടന്ന ഒരു ജീവിത പങ്കാളിയുടെ ഒരു സഹനമുണ്ട്. അതുകൂടെ ചേർത്തിട്ടാണ് അദ്ദേഹത്തിന് സ്കിസോഫ്രീനിയ ആയിരിക്കുമ്പോൾ തന്നെ അസാധാരണമായിട്ടുള്ളൊരു ഗണിത ശാസ്ത്ര ശേഷി ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള, വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്തു പോകാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നു. അറിയില്ല ജീവിതത്തിൻ്റെ പാറ്റേണുകൾ, ജീവിതത്തിൻ്റെ സമവാക്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതിനപ്പുറത്തേക്ക് അതിനെ അതിലംഘിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെ ട്രാൻസെൻഡ് ചെയ്തു പോകുന്ന മാനസികമായിട്ടുള്ള ശക്തികൾ ലോകത്തിലെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എനിക്ക് സെർബൽ പാൾസിയുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് മ്യൂസിക് കോമ്പറ്റീഷൻ ഷോയിൽ ആ കുട്ടിയുടെ പെർഫോമൻസ് കണ്ട സമയത്ത് നമ്മൾ ഓർത്തു എത്രമാത്രം ആ കൊച്ചിനെ അവർ ചേർത്ത് വെച്ചിട്ടായിരിക്കും അത് ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തുക. അപ്പോൾ അതുകൊണ്ട് എഴുതി തള്ളേണ്ട ജീവിതങ്ങൾ നമുക്കിടയിലില്ല. നമ്മൾ കൂടെ നടക്കേണ്ട, കൂടെ ചേർത്ത് വെക്കേണ്ട ജീവിതങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും എബിലിറ്റി ഉള്ളവരാണ്, എല്ലാവരും ശേഷിയുള്ളവരാണ്. ഞാനും നിങ്ങളും അവരും എല്ലാം ശേഷിയുള്ളവരാണ്. ശേഷി വ്യത്യസ്തമാണ്. നമ്മൾ ആരെക്കാൾ കുറച്ചുകൂടി കൂടിയ ശേഷിയുള്ളവരാണെന്നുള്ള മിഥ്യാധാരണയിൽ നിന്ന് അകന്നു നിൽക്കുകയും ഈ സാമൂഹ്യ ഇടം എല്ലാവരുടേതുമാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ എനിക്ക് തോന്നാറുണ്ട്, ഈ ഒരു സൗൽ എന്ന് പറയുന്ന രാജാവിൻ്റെ എല്ലാ മക്കളും കൊല ചെയ്യപ്പെട്ടിട്ടും മുടന്തനായിട്ടുള്ള ഒരു മകൻ മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോൾ ദാവീദിനോടൊപ്പം എല്ലാ ദിവസവും മേശയിൽ ഭക്ഷിക്കുന്നത് ഈ മുടന്തനാണ്. അപ്പോൾ അയാളുടെ ആരോഗ്യമുള്ള പോരാളികളായ മക്കളെല്ലാം പോയി, പക്ഷെ ഇയാൾ അവിടെ ജീവിക്കുകയാണ്. ഇതിനകത്ത് ഒരു കരുതൽ, എന്തോ ഒരു ടെക്സ്റ്റ് എപ്പോഴും ഉള്ള പോലെ എനിക്ക് തോന്നും. അതുകൊണ്ട് നമുക്കാരെയും കണ്ണ് തുറപ്പിക്കാനോ ചെവിട് തുറപ്പിക്കാനോ ഒന്നും ദൈവപുരുഷരൊന്നുമല്ല, അല്ലെ ദൈവ സ്ത്രീകളൊന്നുമല്ല. പക്ഷെ അതിനകത്ത് ചേർത്ത് വയ്ക്കാൻ നമ്മൾ നടന്നിപ്പോൾ ഞാൻ നോക്കുന്നുണ്ട്, ഈ റിജോയ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവൻ സിനിമയിൽ അഭിനയിച്ചു, പൂർണ്ണമായിട്ട് അവൻ ബ്ലൈൻഡാണ്. സിനിമയിൽ അഭിനയിച്ചു, അവൻ്റെ മിമിക് ഷോ ഏഷ്യാനെറ്റിൻ്റെ ഇതിനകത്തൊക്കെ വന്നു. നമുക്ക് അത്ഭുതം തോന്നും. അവരൊക്കെ ആർക്കും ആരുടെയും അനുതാപം ഒന്നും ആവശ്യമൊന്നുമില്ല, ആർക്കും ആരുടെയും സഹതാപം ആവശ്യമില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡേ ശരിയല്ല. സഹതാപം ഒന്നും ആവശ്യമില്ല. അവരോടൊപ്പം ആയിരിക്കുമ്പോൾ ഞാനും നിങ്ങളും എല്ലാം തുല്യരാണ് എന്നുള്ള ജീവിതത്തിൻ്റെ ഒരു മനസ്ഥിതി നമ്മൾ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി എനിക്ക് നിലവിലുള്ള സാംസ്കാരിക ബോധ്യങ്ങളിൽ ഇച്ചിരി പണിയെടുത്താലേ പറ്റുള്ളൂ. അത് ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നുണ്ട്. ജീവിതം എല്ലാവരുടേതുമാണ്. ഇത് ആരുടെ മുറിയിൽ അടച്ച് പൂട്ടി വെക്കേണ്ടവരോ അല്ലെങ്കിൽ എല്ലാ പൊതു ഇടങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ടവരോ ഒന്നുമല്ല. ഇങ്ങനെയെല്ലാം ചേരുമ്പോഴാണ്, അല്ലെ പരിഹാസത്തിനുള്ള, തമാശ സൃഷ്ടിക്കാൻ, നേരമ്പോക്ക് സൃഷ്ടിക്കാനുള്ള ആളുകളൊന്നുമല്ല, ഉപകരണമല്ല ഒന്നും. ഓരോ ഇൻഡിവിജ്വലും കരുത്തരാണ്. താരേ സമീൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടുതീരുന്നത് വെറും ഒരു സാധാരണ പോപ്പുലർ സിനിമയാണ്. പക്ഷെ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സമയം എൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്നു. കാരണം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരുപാട് വിദ്യാർത്ഥികളെ ഞാൻ ആ സമയത്ത് ഓർത്തുപോയി. ഞാൻ അവരോട് എല്ലാ സമയത്തും നീതി പ്രവർത്തിച്ചോ, എൻ്റെ കയ്യിൽ നിന്ന്
പിഴവുകൾ വന്നിട്ടുണ്ടല്ലോ ചില സമയത്ത്. എൻ്റെ അധ്യാപക ജീവിതത്തിൻ്റെ ആദ്യകാലത്ത്, പ്രത്യേകിച്ച് പ്രൈമറി ക്ലാസ്സിൽ എൻ്റെ കയ്യിൽ നിന്ന് പിഴവുകൾ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. കാരണം എല്ലാ കുട്ടികളും 100 മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യയായ അധ്യാപികയാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാൻ പിന്നീടാണ് പഠിച്ചത്. അപ്പോൾ ആ സിനിമ എനിക്ക് തോന്നുന്നു ആ കുട്ടി അവസാനം പടങ്ങളിങ്ങനെ വരച്ച് അവനെ അത്തരത്തിൽ അംഗീകരിക്കപ്പെടുന്ന കാണുമ്പോൾ സിനിമാറ്റിക്കായ ഒരു എൻഡിങ് ആണെങ്കിൽ പോലും പക്ഷെ അത് ഒരുപാട് നമ്മളെ ഓർമ്മിപ്പിച്ചു ഒരു ജനപ്രിയ സിനിമ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ലോകത്തോട് മുഴുവൻ സഹതാപം വേണ്ട, ലോകത്തോട് മുഴുവൻ തുല്യ ബഹുമാനത്തോടെ ഇടപെടാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ശേഷിയുണ്ടെന്ന് ലോകം തിരിച്ചറിയുന്നത്. Stay tuned. We are coming to ignite, inspire, and illumine lives across the globe.